നമസ്കാരം. ഇന്ത്യൻ ടീമിന്റെ എക്സ് ഫാക്ടർ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ഇടം കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ബെഞ്ചിലിരുന്ന് കളി കാണുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് പകരം രാഹുലിനെയാണ് ഇന്ത്യൻ കോച്ച് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള ആദ്യ മത്സരത്തിൽ വിക്കറ്റ് കാത്ത രാഹുൽ തുടർന്നുള്ള മത്സരങ്ങളിലും ഇതേ റോളിൽ തുടരുമെന്നും ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലും രാഹുൽ തന്നെയാണ് വിക്കറ്റ് കാത്തത്. തനിക്ക് അവസരം നൽകാതെ ഗംഭീർ നിരന്തരം അവഗണിക്കുന്നതിൽ ഋഷഭിന് കടുത്ത അതൃപ്തിയും രോഷവും ഉണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഏകദിനത്തിൽ ഋഷഭിന് പകരം രാഹുലിന് ഗംഭീർ മുൻതൂക്കം നൽകുന്നത് എന്നതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുൻ ക്യാപ്റ്റൻ കൂടിയായ സൗരവ് ഗാംഗുലി. ഋഷഭ് പന്തിനെ തഴഞ്ഞ രാഹുലിന് ഏകദിനത്തിൽ വിക്കറ്റ് കീപ്പിംഗ് ചുമതല നൽകിയതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് എന്നാണ് ഗാംഗുലിയുടെ നിരീക്ഷണം. PTIയോട് സംസാരിക്കുകയായിരുന്നു ദാദ. നമ്മുടേത് വളരെ ശക്തമായിട്ടുള്ള ഒരു ടീമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ബാറ്റിംഗിൽ ഇന്ത്യയുടെ കരുത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഋഷഭ് പന്ത് വളരെ മികച്ച കളിക്കാരൻ തന്നെയാണ്. പക്ഷേ ഏകദിനത്തിൽ രാഹുലിന്റെയും നമ്പറുകൾ അതിശയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഋഷഭിന് പകരം രാഹുലിനെ ഏകദിനത്തിൽ ഗംഭീർ കൂടുതൽ പിന്തുണയ്ക്കാൻ കാരണവും ഇതായിരിക്കുമെന്നാണ് ഗാംഗുലി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ബാറ്റിംഗിൽ ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഋഷഭ് പന്തിനേക്കാൾ മുകളിലാണ് രാഹുൽ എന്ന് കാണാൻ സാധിക്കും. 81 ഏകദിനങ്ങളിലാണ് രാഹുൽ ഇതിനോടകം കളിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് മുതൽ 7ാം നമ്പറിൽ വരെ അദ്ദേഹം ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 48.26 ശരാശരിയിൽ 87.74 സ്ട്രൈക്ക് റേറ്റിൽ 2944 റൺസാണ് രാഹുലിന്റെ സമ്പാദ്യം എന്ന് പറയാനുള്ളത്. 7 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന സ്കോർ 112 റൺസാണ്. ആങ്കറായും അതിവേഗം സ്കോർ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ബാറ്റിംഗിലെ ഗിയർ മാറ്റിയും രാഹുൽ പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. മറുഭാഗത്ത് ഏകദിനത്തിൽ ഋഷഭിന്റെ റെക്കോർഡ് അത്രത്തോളം മികച്ചതല്ല. 31 മത്സരങ്ങളിൽ നിന്നും 33.50 ശരാശരിയിൽ 106.2 സ്ട്രൈക്ക് റേറ്റിൽ 871 റൺസാണ് അദ്ദേഹത്തിന് ഇതിനോടകം നേടാൻ സാധിച്ചത്. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഋഷഭിന്റെ അഗ്രസീവ് സമീപനവും ബാറ്റിംഗിന്റെ ഒഴുക്കുമെല്ലാം തള്ളിക്കളയാൻ സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട ശരാശരിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്രയിക്കാവുന്ന ബാറ്റർ എന്നതും രാഹുലിനെ ഒരു പടി മുകളിൽ നിർത്തുന്ന കാര്യമാണ്. അതേസമയം ഗംഭീർ കോച്ചായതിനു ശേഷം രാഹുലിന് ഫേവറേറ്റ് പൊസിഷനായ 5ാം നമ്പർ നൽകാനാകുന്നില്ല എന്നതാണ് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ടോപ്പ് 5-ൽ ഒരു ഇടംകൈയൻ ബാറ്റർ പോലും ഇല്ലാത്തതിനാൽ അക്ഷർ പട്ടേലിനെ ആദ്യ 5ലേക്ക് ഗംഭീർ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ പരമ്പരയിലും ബംഗ്ലാദേശിനെതിരായ ആദ്യ കളിയിലുമെല്ലാം അദ്ദേഹം ഇത് തുടരുകയും ചെയ്തിരുന്നു. 6ലേക്ക് മാറ്റപ്പെട്ടതിനു ശേഷം രാഹുലിന് ബാറ്റിംഗിൽ പഴയതുപോലെ തിളങ്ങാനാകുന്നില്ല. അതുപോലെ തന്നെ ടോപ്പ് 5-ൽ നിന്നും പുറത്തായതിനു ശേഷം ഒരു അർദ്ധ സെഞ്ചുറി പോലും രാഹുലിന് നേടാനായില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.